ഹായ്ഡാ മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. +1 ഫിസിക്സ് നമുക്ക് വെയിറ്റേജ് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങിയാലോ. ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് ആണ്. യൂണിറ്റ് ആൻഡ് മെഷർമെന്റിൽ നമ്മളോട് എക്സാമിന് ചോദിക്കുന്നു 1 മാർക്കിന് ഒരു ക്വസ്റ്റിനും 4 മാർക്കിന് ഒരു ക്വസ്റ്റിനുമാണ്. ടോട്ടലി 5 മാർക്കാണ് ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ആയ മോഷൻ സ്ട്രൈറ്റ് ലൈൻ ആണ്. മോഷൻ സ്ട്രൈറ്റ് ലൈനിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ടോട്ടലി 6 മാർക്കാണ് ആ ചാപ്റ്ററിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചാപ്റ്ററിലോട്ട് പോവുകയാണെങ്കിൽ മോഷൻ്റെ പ്ലെയിൻ ആണല്ലേ. മോഷൻ്റെ പ്ലെയിനിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ടോട്ടലി 7 മാർക്കാണ് ആ ചാപ്റ്ററിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്റർ ആയ ലോസ് ഓഫ് മോഷനാണ്. ലോസ് ഓഫ് മോഷനകത്ത് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ടോട്ടലി 8 മാർക്കാണ് ആ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. വർക്ക് എനർജി ആൻഡ് പവറിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ വർക്ക് എനർജി ആൻഡ് പവറിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ടോട്ടലി 6 മാർക്കാണ് ആ ചാപ്റ്ററിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ദെൻ ആറാമത്തെ ചാപ്റ്ററായ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ ആണ്. ആ ചാപ്റ്ററിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ടോട്ടലി 5 മാർക്കാണ് ആ ചാപ്റ്ററിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന അടുത്ത ചാപ്റ്ററാണ്, നമുക്കറിയാം ഒരു വലിയൊരു ചാപ്റ്ററാണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ. ഗ്രാവിറ്റേഷൻ നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും, അതേപോലെ തന്നെ 5 മാർക്കിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ടോട്ടലി 8 മാർക്കാണ് ആ ചാപ്റ്ററിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്ററായ നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. ചെറിയൊരു ചാപ്റ്ററാണ് അല്ലേ. അവിടെ നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ടോട്ടലി ആ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 4 മാർക്കാണ്. +1 ഫിസിക്സിലെ തന്നെ ഏറ്റവും വലിയ ചാപ്റ്റർ എന്ന് പറയാൻ പറ്റുന്ന, ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ, ഏറ്റവും ഡെറിവേഷൻ കൂടുതലുള്ള ചാപ്റ്ററായ നമ്മുടെ സ്വന്തം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ആ ഫ്ലൂയിഡ്സിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും, അതേപോലെ തന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. ടോട്ടലി ആ ചാപ്റ്ററിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 9 മാർക്കായിരിക്കും. അതിനുശേഷം വരുന്ന അടുത്ത ചാപ്റ്റർ നമുക്ക് നോക്കിയാലോ. അടുത്ത ചാപ്റ്റർ നമ്മുടെ അറിയാം തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് അല്ലേ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നിന്നും 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ടോട്ടലി 4 മാർക്കാണ് ആ ചാപ്റ്റർ വെയിറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം വരുന്ന തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സിൽ നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. ടോട്ടലി 5 മാർക്കാണ് ആ ചാപ്റ്ററിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ടോട്ടലി 3 മാർക്കാണ് ആ ചാപ്റ്ററിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന ചാപ്റ്ററാണ് ഓസിലേഷനും അതേപോലെ തന്നെ വേവ്സും. ഓസിലേഷൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും, 4 മാർക്കാണ് വെയിറ്റേജ്. വേവ്സും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും, 4 മാർക്കാണ് വെയിറ്റേജ്. ഈ രീതിയിലാണ് നമ്മുടെ +1 ഫിസിക്സിലെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഈ വെയിറ്റേജ് അറിഞ്ഞുകൊണ്ട് മക്കളെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചാപ്റ്ററും ഏത് രീതിയിൽ നമുക്ക് അതിൻ്റെ സ്റ്റഡി പ്ലാനൊക്കെ സെറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് നോക്കുകയാണെങ്കിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ വലിയ വലിയ ഡെറിവേഷനുകളൊന്നും അവിടെ എന്ത് ചെയ്യത്തില്ല, ചോദിക്കത്തില്ല. അത് തന്നെ നമുക്ക് എന്താണ്, ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ഇനി എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്റ്റഡി പ്ലാനൊക്കെ സെറ്റ് ചെയ്യാൻ. അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടായിരിക്കും. നമ്മുടെ ലൈവ് സെക്ഷനൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാക്സിമം ഈ വീഡിയോ മറ്റുള്ള കൂട്ടുകാരോട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. ബൈ ബൈ.